എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വറുത്തരച്ച സാമ്പാറാണ് ചെയ്യുന്നത്. വറുത്തരച്ച വെണ്ടയ്ക്ക സാമ്പാർ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറന്നു പോകരുത്. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. വറുത്തരച്ച വെണ്ടയ്ക്ക സാമ്പാർ. വെണ്ടയ്ക്ക നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ആദ്യം. അപ്പോൾ അല്പം മഞ്ഞൾ പൊടി, മുളക് പൊടി, ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. അല്പം ഉപ്പ്. അതിനുശേഷം ഇത് ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി വെക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് പുരട്ടി ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അത് നല്ല ടേസ്റ്റി ആയിട്ട് സാമ്പാറിനകത്ത് ക്രിസ്പി ആയിട്ട് കിടക്കുകയും ചെയ്യും, കുഴഞ്ഞു പോകാതെ. അപ്പോഴത്തേനും നമുക്ക് പരിപ്പൊന്ന് വേകാൻ വയ്ക്കണം. തുവരപ്പരിപ്പാണ് നല്ലത്. അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് വേകാൻ വയ്ക്കാം. ഇപ്പോൾ കഴുകിയ പരിപ്പ് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇടാം. അതിനോടൊപ്പം 2-3 സ്പ്ലിറ്റ് ചെയ്ത ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ നല്ല പച്ച കറിവേപ്പില അതൊന്ന് ഇങ്ങനെ ചോപ്പ് ചെയ്തിടണം. ഫ്ലേവറൊക്കെ നല്ലപോലെ നിറങ്ങട്ടെ. വെണ്ടയ്ക്ക സാമ്പാർ എന്ന് പറഞ്ഞാലും തക്കാളിയും അതുപോലെ തന്നെ പൊട്ടറ്റോയും ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പൊട്ടറ്റോ ഇട്ടു, തക്കാളി, 1-2 പച്ചമുളക്. ഇത് പച്ചമുളകാണ്, പഴുത്ത് പോയെന്നേ ഉള്ളൂ. മഞ്ഞൾ, ഉപ്പിട്ടു. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ വിസിലടിക്കുമ്പം ഈ അടപ്പിലൊന്നും തെറിച്ച് വരാതെ ആ പരിപ്പ് കിടക്കും. അതല്ലെങ്കിൽ നമ്മുടെ അടപ്പിലെല്ലാം തെറിച്ച് ആകെപ്പാടെ അലങ്കോലമാകും. ഇത് വേകാനായിട്ടൊരു വറ്റൽമുളക്, പിന്നെ പരിപ്പിൽ ഇപ്പം തന്നെ നല്ല ഫ്ലേവർ പിടിക്കാനായിട്ട് കായം, വേകാനായിട്ടുള്ള വെള്ളം ഒഴിക്കാം. അപ്പം നമുക്ക് ഇത് ഒറ്റ വിസിൽ വന്നാൽ മതി. അപ്പോൾ അതിൻ്റെ വെയിറ്റ് വെച്ചു. ആ സമയത്തേക്ക് നമുക്ക് 2 കാര്യം ചെയ്യാനുണ്ട്. പാത്രം ചൂടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഉപ്പും മുളകും ഒക്കെ പുരട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കണം. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു വിസിൽ വന്നു. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി അതിനുള്ള മസാലയൊന്ന് ശരിയാക്കണം. പാൻ ചൂടാവുന്നുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. വറുത്ത് അരച്ചതാണല്ലോ. 1 ടീസ്പൂൺ ചനാദാലിട്ടു. പിന്നെ ഉരത് ദാൽ അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പ്. ഇത് ചെറുതായിട്ടൊരു മഞ്ഞ കളർ വരുന്ന ഉടനെ നമുക്കതിനകത്തേക്ക് മല്ലി ഇടാം. ഇതും ഒന്ന് റോസ്റ്റ് ചെയ്യണം. ചെറിയ തീയിൽ വെച്ച് ചെയ്യണം, കരിഞ്ഞു പോകരുത്. അപ്പം മല്ലിയും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആവുന്ന ഉടനെ നമുക്ക് മുളകിടാം. അത് എരി വേണ്ട എങ്കിൽ അത് ഡീസീഡ് ചെയ്യാം, അതിനകത്ത് അരി കളഞ്ഞിട്ടിടാം. എരി നമുക്ക് ഓക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ഇടാം. അതിലേക്ക് ഉലുവ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം. വളരെ കുറച്ച് ജീരകം ഇടാവൂ. ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ ഇടാം. തേങ്ങയും കൂടെ ഒന്ന് റോസ്റ്റായി വരണം. നമ്മുടെ വെണ്ടയ്ക്ക നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനിയും സാമ്പാറിനകത്തിട്ട് കഴിഞ്ഞാൽ അതുപോലെ വഴുവഴുപ്പ് വരത്തില്ല. നമ്മൾ ഓൾറെഡി അതിനകത്ത് തക്കാളിക്ക ഇട്ടതാണ്. പക്ഷേ എങ്കിലും പുളി ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും പുളി വെള്ളത്തിനകത്തിട്ട് നമുക്ക് ചേർക്കാം. തക്കാളിക്കയുടെ പുളി അനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ പുളി ചേർത്താൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞത്, പരിപ്പ് ഇതിനകത്ത് അടപ്പിൽ തെറിക്കില്ല എന്ന്. കണ്ടോ, വെള്ളം മാത്രമേ ഉള്ളൂ ആവിയുടെ. അപ്പോൾ അല്ലെങ്കിൽ പരിപ്പൊക്കെ തെറിച്ച് നോസിൽ ബ്ലോക്കാകും. അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിനകത്ത്. പുളിവെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങായും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. 2 കറിവേപ്പിലയും കൂടി ഇട്ടു. എന്നിട്ടിത് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റാം. കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരല്പം കായവും മൂത്തായിട്ട് അരപ്പരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്കിതിനകത്തേക്ക് ഇടാം. ബ്ലെൻഡർ ഒന്ന് കഴുകി, ജാറ് കഴുകി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിനോട് ചേർക്കണം. ഇതിലേക്ക് നമുക്കിനി ആ വറുത്ത് വെണ്ടയ്ക്ക ഇടാം. ഇനി ഇതിനകത്തേക്ക് കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരച്ച വെണ്ടയ്ക്ക സാമ്പാർ റെഡിയാണ്. കടുക് വറക്കാം. പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ കടുക് ഇട്ടു. കടുക് പൊട്ടാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ ഉള്ളി ഇടാം. ഈ ഉള്ളി ഇങ്ങനെ മൂത്ത് വരുന്ന ഉടനെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യണം ആദ്യം. അതിന് ശേഷം 2 വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില. പിന്നെ ഇതിലേക്ക് ഒരല്പം കായപ്പൊടിയും കൂടെ. അത് പല പ്രാവശ്യം ഇടുന്നതുകൊണ്ട് വളരെ കുറച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ കടുക് വറുത്ത് റെഡിയായി. അപ്പോൾ നമുക്ക് ഈ സാമ്പാറിനകത്തോട്ട് ചേർക്കാം. അങ്ങ് തിരിച്ചൊഴിച്ച് കഴിയുമ്പോൾ സാമ്പാർ റെഡി. കണ്ടപ്പോഴേ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണുമല്ലോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.